ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് പൊട്ടറ്റോ സ്മാഷറാണ് കേട്ടോ. സ്റ്റീലാണ് വരുന്നത്, പിന്നെ വുഡൻ്റെ ഹാൻഡിലൊക്കെ ആയിട്ട് നല്ല കട്ടിയും കനക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുപ്പീൻ്റെ ഉള്ളിലൊക്കെ ഉരക്കാനേ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചണ്ടിയൊക്കെ ഇട്ട് പിന്നെ ഞാനൊരു പപ്പടക്കോലുകൊണ്ടൊക്കെയാണ് കേട്ടോ ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇത് നമ്മളെ വലുപ്പത്തിന്, കുപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നീട്ടാനും ചുരുക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നീട്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ അടിക്കൊക്കെ എത്തിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിന് 100 രൂപയിൽ താഴെ കണ്ടാണ് വില വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ അടി കൂടെ ഒക്കെ ഇതേപോലെ ഇട്ടുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ വന്നിട്ടുള്ളത് ആ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. മുമ്പും ഞാൻ ആ ഒരു ഷോപ്പിനെ പറ്റി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിലും മുമ്പ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അടുത്തത് കാണിച്ചു തരാൻ പോണത് ഒരു മാറാല തട്ടിയാണ് കേട്ടോ. മാറാല തട്ടി എന്ന് പറയാൻ പറ്റൂല, ഫാനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജനൽമേലെ മാറാലൊക്കെ തട്ടാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്കൊരു മാറാല തട്ടിയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ വളച്ചൊടിച്ച് നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നീട് അത് വീണ്ടും നിർത്താൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഞാൻ അത് കാണിച്ചപ്പോൾ തന്നെ എക്സ്റ്റൻഷനും കൊണ്ട് എൻ്റെ അസിസ്റ്റൻ്റ് കഴിച്ചിലാകാൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൻ്റെ ഒക്കെ ഒന്ന് പിടിച്ച് വാങ്ങിയിട്ടാണ് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ഇത് അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അതിങ്ങനെ ഊരിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നീട്ടി, നമ്മൾ സാധാ ഒരു മാറാലക്കോലൊക്കെ നീട്ടി ഇതാക്കൂലേ, ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് കുറച്ച് അത്തറുകളാണ് കേട്ടോ. പെർഫ്യൂമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഓല ഷോപ്പിൽ. അപ്പോൾ അതാ ഇങ്ങനെ 5 അത്തറുകൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂമുടെ ബോഡി ക്രീം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 40-ൽ പരം അത്തറുകളുണ്ട് ഓലെ കയ്യിൽ. അതിൽ നിങ്ങൾക്ക് ഏത് 5 വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ ഒരു സാധനം ഫ്രീ കിട്ടും. പിന്നെ 289 രൂപക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ ഈ ഒരു കാര്യം. അപ്പോൾ പെർഫ്യൂം പല വിധത്തിലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓലെ കാറ്റലോഗിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ പലതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കുണ്ടല്ലോ സാധാരണ ഈ ഒരു സ്പ്രേ ഒന്നും പറ്റൂല കേട്ടോ. അതിൻ്റെയൊക്കെ സ്മെല്ല് വേറെ ആരെങ്കിലും മേത്തടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും കേട്ടോ. പക്ഷേ ഈ മേത്ത് തേക്കുന്ന ഈ ഒരു ബോഡി ക്രീം ഉണ്ടല്ലോ, അത് ഒരു പാകത്തെ സ്മെല്ല് കേട്ടോ. അങ്ങനെ എനിക്ക് തലവേദന എടുക്കുന്ന ആ ഒരു കുത്തന സ്മെല്ലൊന്നുമില്ല. അടുത്ത് കാണിച്ചു തരാൻ പോണത് ഒരു മീനാണ് കേട്ടോ. മീനിൻ്റെ ഷേപ്പിലുള്ള ഒരു ബൗള്. അപ്പോൾ ഇത് നമുക്ക് 2 കാര്യങ്ങൾ നടക്കും. അരി കഴുകാനും പറ്റും, അരി ഊറ്റാനും വെള്ളം വാലാൻ അങ്ങനെയും വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴുകി വെള്ളം കളയണം എന്നുണ്ടെങ്കിൽ, വെള്ളം വാർക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഭാഗത്ത് കൂടെ കഴുകുക, ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ കളയുക. അപ്പോൾ രണ്ടിനും പാടെ ഒരൊറ്റ പാത്രം മതി. ഒന്നിൽ കഴുകി പിന്നൊന്നിൽ വാർക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഈ ഒരു പാത്രം കൊണ്ടുള്ള ഉപയോഗം കേട്ടോ. അടുത്ത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് നമ്മളെ ഫ്രിഡ്ജിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. ഈ ബോക്സ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എനിക്ക് തോന്നുന്നത് തലേ ദിവസം മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കണമില്ലേ, മീൽ പ്രപ്പ് അതൊക്കെ ചെയ്ത് വെക്കണവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഇതിനിങ്ങനെ 4 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓരോന്നും വേണമെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനൊക്കെ നിറച്ച് ഹോൾസ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കാണ്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങോട്ട് പോയും ചെയ്തോളും. അപ്പോൾ ഇതേപോലെ 4 തരത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് 4 ഇട്ടുകയാണെങ്കിൽ നമുക്ക് ഇതൊരൊറ്റ പാത്രമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഉപകാരം നടക്കും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കാരം. നമ്മൾ സാധാ പാത്രത്തിൽ വെച്ചാൽ
പച്ചമുളകൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ടിഷ്യൂ വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയൊക്കെ വെള്ളം വെള്ളം പോലെ ആവും കേട്ടോ. വെള്ളം ഇങ്ങനെ അതിന് ഈർപ്പം വരുവേ. അപ്പോൾ ഇതിലാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ മീൽ പ്രിപ്പ് ചെയ്യണവർക്ക് മാത്രമല്ല, പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഡെയിലി എല്ലാ കുക്കിങ്ങിലും ആവശ്യമാണല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിലും നമുക്ക് ഒരൊറ്റ പാത്രം എടുത്താൽ നമുക്ക് അന്നൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് തപ്പി തിരഞ്ഞെടുക്കുക, പിന്നെ അങ്ങോട്ട് അടച്ചെടുത്തേക്കാം. അതിനും പറ്റും കേട്ടോ. അപ്പം അതാണ് ഈ ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ ഉപകാരം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല കട്ടിയും കനം ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു പാത്രമാണ് കേട്ടോ അത്. പിന്നെ ആ ഒരു ഷോപ്പിന്റെ സാധനങ്ങൾ മുമ്പും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു എന്താ പറയാ ടൈം പീസ്. നല്ല അടിപൊളിയാണ്. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം. കാണാൻ നിങ്ങൾക്കും കാണുമ്പോൾ അറിയില്ല, നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ്. നല്ല സിൽവർ കളറിൽ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് സിൽവർ ആയിരുന്നു ഇഷ്ടമായത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിൽവർ കളർ സെലക്ട് ചെയ്തത് കേട്ടോ. ഇതും കൊണ്ട് ഒരു 2-3 ഉപകാരങ്ങൾ നടക്കും. എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ നല്ലൊരു അടിപൊളി ഒരു ഡെക്കോർ ഐറ്റമായി ഒന്ന്. രണ്ടാമത് നമ്മൾ ഇൻ്റെ പോലെ സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്ത് എന്നിട്ട് പിന്നെ ആ സമയം കളയുന്ന ഒരു ആളാണ് കേട്ടോ ഞാൻ. സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്ത് പിന്നെ എടുക്കുന്ന സമയത്തേക്കാരം വാട്സപ്പിൽ എന്തോ നോട്ടിഫിക്കേഷൻ, യൂട്യൂബിൽ, പിന്നെ ഇൻസ്റ്റയിൽ, അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സമയം നോക്കാൻ പോയി സമയം കളയുന്ന ഒരവസ്ഥ. അപ്പം ഇതാവുമ്പോൾ നമുക്ക് സമയം അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതിനായിട്ട് ഫോൺ തപ്പി പോകണ്ട. അതാണ് രണ്ടാമത്തെ ഉപകാരം. മൂന്നാമത്തെ ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ കാണുന്നോട് തന്നെ ആവുമ്പോൾ കിച്ചണിൽ ഇങ്ങനെ നിന്ന് നമ്മൾ സാവധാനം ഇങ്ങനെ പണിയെടുക്കുമ്പോൾ സമയം എത്ര ആയല്ലോ, കുറച്ചുപണി എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതിൽ നമുക്ക് വേഗം പണികൾ തീർക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ. ഒരു ടൈമർ വെക്കാതെ തന്നെ നമ്മൾ ടൈമർ വെച്ച പോലെ ഒരു പെട്ടെന്ന് നമ്മളെ പണി തീർക്കാൻ അങ്ങനെയും ഉപയോഗിക്കട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ 2-3 ഉപകാരങ്ങളാണ് ഇതും കൊണ്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഞാൻ കിച്ചണിൽ ഇത് വെച്ചതിൻ്റെ ശേഷം കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടേനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടേനി കേട്ടോ. അതേപോലെ ഓലും വാങ്ങിച്ചിട്ട് ജനലിൻ്റെ ഇവിടെയൊക്കെ വെച്ച ഫോട്ടോ ഓൽക്ക് അയച്ചു കൊടുത്തത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടേനി. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ ഇങ്ങനെ വെച്ചത് കണ്ടിട്ട് വാങ്ങിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പലതും പല സമയത്ത് എടുത്തതാണ് കേട്ടോ. അതാണ് ചില സമയത്ത് ലൈറ്റിങ്ങും ചില സമയത്ത് ലൈറ്റ് കുറവൊക്കെ ആയിട്ട് തോന്നുന്നത്. അടുത്തത് ഞാൻ അതേപോലെ തന്നെ നമ്മൾ ആ ക്ലോക്കൊക്കെ വാങ്ങിയ സമയത്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ് കേട്ടോ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിങ്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റെയിൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അരിയൊന്നും പറ്റൂല. അരി അത്ര കണ്ട് ചെറിയ ഹോളുകളല്ല. നമുക്ക് ഫ്രൂട്ട്സോ കാര്യങ്ങളോ അതേപോലെ പാസ്തയോ ഒക്കെ അങ്ങനെ ഡ്രെയിൻ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭാഗത്തൊക്കെ വെച്ച് പോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെച്ചാലും അങ്ങനെ അതും കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡെക്കോർ ഐറ്റം ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതും ഞാൻ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിനി കേട്ടോ. ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് അടിപൊളി യൂസ്ഫുള്ളാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തയൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മളിപ്പം ഒരു 3 മാസത്തിലധികം ആയല്ലോ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഞാനൊരു 2-3 ദിവസം കൂടുമ്പോൾ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകലുണ്ട് കേട്ടോ. കാരണം എണ്ണമയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനെ കീറിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പച്ചരച്ച് കല്ലുമ്പോൾ ഒരതിയൊക്കെയാണ് തിരുമ്പൽ. പക്ഷെ എന്നാലും ഇതുവരെ അതിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല കേട്ടോ. തുടച്ചെടുക്കാൻ ഇങ്ങനെയാണ് തുടച്ചെടുത്താൽ ഒറ്റയടിക്ക് തന്നെ വെള്ളമൊക്കെ പോരും. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സാധാ ഒരു കോട്ടൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ തുടച്ചെടുക്കണ്ടേ. പിന്നെ അതിൻ്റെ പുള്ളിയും പാടും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതാവുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇനി നമ്മളെ മാറാല തട്ടിയില്ല, ഫാന് തട്ടി കാണിച്ചു തരണ്ടേ. അപ്പം ഞാൻ ഇത് തട്ടണീന് മുന്നേ ഇവിടെ ഒരു പഴയ ബെഡ്ഷീറ്റ് എന്തായാലും അലക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടതേനെ. പക്ഷേ നമ്മുടെ അസിസ്റ്റൻ്റ് വന്ന് അതൊക്കെ വലിച്ചിട്ട് അപ്പം ഞാൻ വീണ്ടും അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് അന്ന് നമ്മുടെ ഫാനൊക്കെ ഒന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതേപോലെ ജനലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉള്ള മാറാലൊക്കെ ഇതേപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു സാധനം കൊണ്ടിട്ട്. അപ്പോൾ
ഈ ഇങ്ങനെ ചെറിയ സ്ഥലത്ത് കൂടെ ഉള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ദാ നമുക്ക് നീളത്തിലുള്ളതാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സുനുണ്ട്, അതിങ്ങനെ ഊരിയാൽ പിന്നെ ഇതിന്റെ ആ ഒരു സാധനം എക്സ്റ്റൻഷന് ഇതാ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നാ പിന്നെ നമുക്ക് പിന്നെ സ്റ്റൂളോ കസാരയോ ഒന്നും ആവശ്യമില്ല. ഇതന്നെ ഇങ്ങോട്ട് നീട്ടി നമ്മളെ ഹൈറ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഇതങ്ങനെ വളച്ചൊടിച്ച് എടുക്കാനൊക്കെ പറ്റും ട്ടോ. അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിർത്താനും പറ്റും. അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വളച്ചൊടിച്ചെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതിപ്പോ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അനങ്ങണ എന്താ വെച്ചാല് എന്റെ അസിസ്റ്റന്റ് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഓനിത് വേണം, ഓൻ തട്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര കരച്ചിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് മ്യൂട്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടാവില്ല, ഓന്റെ കരച്ചിലേ കേൾക്കുള്ളൂ. അപ്പൊ പിന്നെ അജു ഉണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ ഓനൊക്കെ സോപ്പിട്ടുങ്ങാണ്ട് അങ്ങനെ നിർത്തിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതങ്ങനെ വലിച്ചെടുത്താല് അതിങ്ങനെ അയിമൽ ആ മാറാലിയും പൊടിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് പോരും കേട്ടോ. ഇനിയിപ്പോ വളച്ചൊടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇത് നീരാതെക്കൂല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നീർത്തിയാല് പിന്നെ നീർന്ന് കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ സോപ്പ് ഇട്ടിട്ടാണ്, അസിസ്റ്റന്റിന് സോപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് തട്ടി കംപ്ലീറ്റ് ആക്കി എടുത്തത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തട്ടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനെ. ഇനിയിപ്പോ അത് വാക്ക് വലിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ കച്ചേരി നടത്തി 4 അയൽവാസികളെ അറിയിച്ചു. അപ്പൊ അതിലേറെ നല്ലത് കുറച്ചൊന്ന് ഓന്റെ ഇഷ്ടങ്ങൾക്കും ഒന്ന് വിട്ടുകൊടുക്കണതാണ് കേട്ടോ. അപ്പൊ ഒരു ഇത്തിരി ഇതാക്കിയപ്പോ പിന്നെ ഓന് മനസ്സിലായി വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോയേ ഓനെ. അപ്പൊ ഞാന് ഫാന് ക്ലീൻ ചെയ്ത പാട് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അഥവാ ചിലപ്പോ എന്റെ ക്ലീനിങ് ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല, ചിലപ്പോ അത് കറങ്ങിയിട്ടില്ലെങ്കിൽ ആകെ അൽക്കുലത്താകുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് പിന്നെ വർക്ക് ചെയ്യൂലേ എന്നുള്ളൊരു ഭയങ്കര ബേജാറാണ്. ഒരു പ്രാവശ്യം ഒരു പുതിയ ഫാന് ഞാൻ കേടെടുത്തിയതാണ്, അതിന്റെ ശേഷമാണ് അങ്ങനെ ഒരു പേടി കുടുങ്ങിയത് കേട്ടോ. അപ്പൊ ഹാളത്തെ ഫാനും ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേനെ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓനൊന്ന് തട്ടണം, അപ്പൊ ഓനക്കും വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഷോ കാണിച്ച് ഒന്ന് തട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു ഷോപ്പിന്റെ നമ്പർ ഞാനിതാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീഷോന്നും ഫ്ലിപ്പൊന്നും കിട്ടുന്നില്ലാറെ കുറച്ചൊക്കെ വിലക്കുറവിൽ ഓലക്കുന്ന സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മീഷോയിലും ഫ്ലിപ്പിലൊന്നും ഇല്ല മാതിരി എല്ലാ വക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഓല വാട്സപ്പിന്റെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ കാറ്റലോഗിലൊന്നും നിങ്ങൾ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പൊ കാറ്റലോഗിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും അതിന്റെ കാറ്റലോഗും കാര്യങ്ങളും ഒക്കെ അയച്ചു തരും. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ മെസ്സേജ് ചെയ്യണത് എന്നൊന്നും നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.